ജീവൻ പണയം വെച്ചുള്ള ബഹിരാകാശ ജീവിതം. സുനിത വില്യംസിന്റെ ശമ്പളം എത്രയെന്നോ? അപ്രതീക്ഷിതമായി നീണ്ട ബഹിരാകാശ ദൗത്യത്തിന് ശേഷം സഹയാത്രികൻ ബുച്ച് വിൽമോറിനൊപ്പം ഭൂമിയിലേക്ക് തിരികെ വരാൻ ഒരുങ്ങുകയാണ് സുനിത വില്യംസ്. US നാവികസേന ഉദ്യോഗസ്ഥയും പരിചയസമ്പന്നയായ ബഹിരാകാശ യാത്രികയുമായ സുനിത വില്യംസ് ബഹിരാകാശ പര്യവേക്ഷണത്തിന് ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ഇന്ന് നാസയിലെ ഏറ്റവും പ്രഗത്ഭരായ ബഹിരാകാശ യാത്രികരിൽ ഒരാളായി സുനിതയുടെ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു. ഇത്രയും മികച്ച ഒരു കരിയർ ഉള്ളതിനാൽ സുനിത വില്യംസിനെ സംബന്ധിച്ച് ഒരു കാര്യത്തിൽ പലരും ആശ്ചര്യപ്പെടുന്നുണ്ടാകും. സുനിത വില്യംസിന് എത്ര ശമ്പളം കിട്ടുന്നു എന്ന കാര്യമാണിത്. ശമ്പളത്തിന് പുറമെ മറ്റ് ആനുകൂല്യങ്ങളും അവർക്ക് ലഭിക്കുന്നുണ്ട്. അത് എന്തൊക്കെയെന്നോ? US സർക്കാരിന്റെ ശമ്പള സ്കെയിൽ അനുസരിച്ച് നാസ ബഹിരാകാശ യാത്രികർക്ക് എക്സ്പീരിയൻസിന്റെയും റാങ്കിന്റെയും അടിസ്ഥാനത്തിലാണ് ശമ്പളം നൽകുന്നതെന്നാണ് റിപ്പോർട്ട്. നാസയുടെ കീഴിൽ ജോലി ചെയ്യുന്ന ബഹിരാകാശ യാത്രികർക്ക് സാധാരണയായി GS-12 മുതൽ GS-15 വരെയുള്ള ഗ്രേഡ് പ്രകാരമാണ് ശമ്പളം ലഭിക്കുന്നത്. GS-12 ഗ്രേഡ് ബഹിരാകാശ യാത്രികരുടെ അടിസ്ഥാന ശമ്പളം ഏകദേശം $66,167 ആണ്. ഇത് ഏകദേശം പ്രതിവർഷം 55 ലക്ഷം ഇന്ത്യൻ രൂപയോളം വരും. പരിചയസമ്പന്നരായ ബഹിരാകാശ യാത്രികർ GS-13 അല്ലെങ്കിൽ GS-14 വിഭാഗത്തിൽ ഉൾപ്പെടുന്നു. അവരുടെ ശമ്പളം ഏകദേശം $90,000 മുതൽ $1,40,000 വരെയാകാം. അതായത് പ്രതിവർഷം ഏകദേശം 75 ലക്ഷം മുതൽ 1.1 കോടി ഇന്ത്യൻ രൂപ വരെ. സുനിത വില്യംസിന്റെ അനുഭവ പരിചയവും സ്ഥാനവും പരിഗണിക്കുമ്പോൾ അവരുടെ ശമ്പളം GS-14 അല്ലെങ്കിൽ GS-15 ഗ്രേഡ് പ്രകാരമായിരിക്കുമെന്ന് കണക്കാക്കാം. അവരുടെ വാർഷിക ശമ്പളം ഏകദേശം $1,52,258, അതായത് 1.26 കോടി രൂപയാണെന്നാണ് നിരവധി വാർത്താ റിപ്പോർട്ടുകൾ പറയുന്നത്. ശമ്പളത്തിന് പുറമെ നാസയിലെ ബഹിരാകാശ യാത്രികർക്ക് സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ്, അഡ്വാൻസ് മിഷൻ പരിശീലനം, മാനസിക പിന്തുണ, യാത്രാ അലവൻസുകൾ എന്നിവ ഉൾപ്പെടെ നിരവധി ആനുകൂല്യങ്ങൾ ലഭിക്കുന്നു. ഫെഡറൽ മാർഷലായ ഭർത്താവ് മൈക്കൽ ജെ വില്യംസിനൊപ്പം ടെക്സസിലെ ഹൂസ്റ്റണിൽ താമസിക്കുന്ന സുനിത വില്യംസിന്റെ ആസ്തി ഏകദേശം $5 മില്യൺ ആണെന്ന് Mark.com റിപ്പോർട്ട് ചെയ്യുന്നു. അതേസമയം സുനിത വില്യംസിനെയും സഹയാത്രികൻ യൂജിൻ ബുച്ച് വിൽമോറും ഉടൻ തിരിച്ചെത്തിയേക്കും. ഇരുവരെയും തിരികെ എത്തിക്കുന്നതിന്റെ ഭാഗമായ SpaceX പേടകം ഡ്രാഗൺ ക്രൂ 10 അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തി.